ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലായ ട്രിക്സ് ആൻഡ് ഗെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ തുല്യത +2+1 റിസൾട്ട് ഔട്ടായ ദിവസമാണ്. എല്ലാവരും നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അഥവാ ഒരു വിഷയത്തിനൊക്കെ പോയവരൊന്നും വിഷമിക്കാനില്ല. നമ്മുടെ ഈ ട്രിക്സ് ആൻഡ് ഗെയിംസിലെ ക്ലാസ്സുകളിലൂടെ നമുക്ക് ആ മാർക്ക് വീണ്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മലയാളം തുല്യതയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ആൻസർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാവും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഭൂമി എന്ന അർത്ഥം വരുന്ന വാക്ക്, ഭൂമി എന്ന് പറഞ്ഞ വാക്കിന്റെ പദം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അവനി, അസു, മമത 3 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത് കിടക്കുന്ന അവനിയാണ് ഭൂമി എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത്. 2. അനർഘ നിമിഷം എന്ന പാഠഭാഗത്തിന് യോജിക്കുന്ന വിശേഷണം. അനർഘ നിമിഷം എന്ന പാഠഭാഗം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സാമൂഹിക വിമർശനം, അന്യോപദേശ രീതിയിൽ പറയുന്നു, കവിതയോടടുത്ത് നിൽക്കുന്ന ആഖ്യാനം. അപ്പോൾ നമ്മൾ ആ കഥ വായിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. കവിതയോടടുത്ത് നിൽക്കുന്ന ആഖ്യാനമാണ് അനർഘ നിമിഷം എന്ന് പറഞ്ഞ പാഠഭാഗത്തിന് യോജിക്കുന്ന വിശേഷണം. അടുത്ത ക്വസ്റ്റ്യൻ 3. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന ഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇറച്ചിക്കോഴികൾ എന്ന പാഠം വൃദ്ധസദനം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഉജ്ജ്വല മുഹൂർത്തം എന്ന കൃതിയുടെ രചയിതാവാര്? ഉജ്ജ്വല മുഹൂർത്തം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ്. ഉജ്ജ്വല മുഹൂർത്തം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്തത് ഇക്കണ്ടക്കുറുപ്പ് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഇക്കണ്ടക്കുറുപ്പ് വാസനാ വികൃതി എന്ന് പറഞ്ഞ കഥയിലെ കഥാപാത്രമാണ്. വാസനാ വികൃതി എന്ന് പറഞ്ഞ കഥയിലെ കഥാപാത്രമാണ് ഇക്കണ്ടക്കുറുപ്പ്. 6ാമത് താഴെ പറയുന്നതിൽ ഒരു സംഘകാല കൃതി കണ്ടെത്തുക. കേരള പാണിനീയം, വൃത്തമഞ്ജരി, തൊൽക്കാപ്പിയം. ഇതിലെ തൊൽക്കാപ്പിയമാണ് സംഘകാല കൃതി. സംഘകാല കൃതി തൊൽക്കാപ്പിയം. അടുത്തത് ചേരുംപടി ചേർക്കുക. നോക്കാം. 7ാമത്തത് ശബ്ദശോധിനി. ശബ്ദശോധിനി ശബ്ദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വാക്കുകൾ. ശബ്ദശോധിനി വാക്കുകൾ. പാറാവുകാരൻ, ശ്രീ ഭഗവതി. 9 കല്യാണിക്കുട്ടി. കല്യാണിക്കുട്ടി വാസനാവികൃതി. വാസനാവികൃതിയിലെ കള്ളന്റെ കാമുകിയായിട്ട് വരുന്ന ക്യാരക്ടറാണ് കല്യാണിക്കുട്ടി. അടുത്തത് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ള വളരെ എളുപ്പമാണ്, നമുക്ക് രമണനാണെന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നതാണ്. അടുത്തത് സാറ. സാറ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നു. അപ്പൊ ഇത് ബുക്ക് വായിച്ച് കഥ വായിച്ചൊക്കെ ഇരുന്നാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പുസ്തക വായന എത്രത്തോളം ഉണ്ട്, ടെക്സ്റ്റ് ബേസിൽ എത്ര വായിച്ചു എന്നറിയാനാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. അടുത്തത് 12 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. ജീവിതത്തെ ശക്തമാക്കുന്നത് എന്താണെന്നാണ് കിളിക്കൊഞ്ചലിൽ പറയുന്നത്? തടവറ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ, തടവറയിലാക്കുന്നതാണ് ജീവിതത്തിലെ നമുക്ക് ശക്തമാക്കുന്നതെന്നാണ് കിളിക്കൊഞ്ചലിൽ പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ജ്ഞാനപ്പാനയിലെ വരിയാണ്. എന്തിനു വേണ്ടിയാണ് നാണം കെടുന്നത്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് നാണം കെട്ട് നടക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന തോന്നൽ എന്താണ്? ആഫ്രിക്കൻ സമതലങ്ങളിലെ മഹാപാതകൾ നമ്മളിൽ ഭൂമിയുടെ അറ്റത്തെത്തിയ ഒരു പ്രതീതിയാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അതാണ് ഉത്തരം. ഭൂമിയുടെ അറ്റത്തെത്തിയ പ്രതീതി, അതാണ് ഉത്തരം. 15ാമത്തെ ക്വസ്റ്റ്യൻ. സഭയിൽ എത്തിച്ചേർന്ന ദുര്യോധനൻ നീന്താൻ വട്ടം കൂട്ടിയത് എന്തിനാന്നാണ്? നീന്താൻ വട്ടം കൂട്ടിയത് എന്തിനായിരുന്നു? വെള്ള സ്ഫടികം പതിച്ച ഇടങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്ന് ശങ്കയുണ്ടായിരുന്നു. വെള്ള സ്ഫടികങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓളം തല്ലുന്ന വെള്ളമാണെന്ന് തോന്നിക്കുന്ന ഒരു പ്രതീതി ഉള്ളത് കൊണ്ട് ആണ് ദുര്യോധനൻ നീന്താൻ വട്ടം കൂട്ടിയത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ആരാണ് ജീവി എന്നാണ് നാരായണ ഗുരു പറയുന്നത്? അരുളുള്ളവനാണ് ജീവി. അറിവുള്ളവനാണ് ജീവി എന്നാണ് നാരായണ ഗുരു പറയുന്നത്. അരുൾ എന്ന് പറഞ്ഞാൽ അറിവ്. അരുളുള്ളവനാണ് ജീവി. അടുത്തത് 17 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ
ഏതെങ്കിലും 4 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ലീല. ലീല എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ വിവരണമാണ്. രൂപഗുണവും സ്വഭാവഗുണവും ഒരുപോലെ ഒത്തിണങ്ങിയവളായിരുന്നു ലീല. നമുക്ക് ആ പാഠഭാഗത്ത് പല ഭാഗത്തായിട്ട് ലീലയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അച്ഛന് വീടിന്റെ വിളക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ബുദ്ധിശക്തി ഉണ്ടായിരുന്നു, ഒരുപാട് വിദ്യകൾ പഠിച്ചിരുന്നു, വേദങ്ങളും നാട്യശാസ്ത്രം, അങ്ങനെ എല്ലാ കാര്യത്തിലും അവൾക്ക് അപാര കഴിവുണ്ടായിരുന്നു, അപാര പാടവമുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അസാമാന്യ ബുദ്ധിശക്തിയുള്ള സ്ത്രീയായിരുന്നു. സ്വഭാവ ഗുണത്തെക്കുറിച്ചും എല്ലാം വിശദീകരിച്ച് നോക്കുക. പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് 18. അമ്മയ്ക്ക് മാത്രമല്ല ആർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. ഈ വരികളിലൂടെ വള്ളത്തോൾ ധ്വനിപ്പിക്കുന്ന ആശയം എന്തെന്ന് വ്യക്തമാക്കുക. അമ്മയ്ക്ക് മാത്രമല്ലാതെ ആർക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞ് പൈതല്, അതിന്റെ ശൈശവ കോമളതയാണ് പറയുന്നത്. ശൈശവത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ശൈശവത്തിലുള്ള ആ വാത്സല്യം. അത് ആർക്കും പ്രകടിപ്പിക്കാവുന്നതാണ്. ഒന്ന് എടുത്തുമ്മ വയ്ക്കാൻ തോന്നും എന്ന് പറയുന്നത് വാത്സല്യത്തെ ആണ് ഇവിടെ ധ്വനിപ്പിച്ചു പറയുന്ന ആശയം. 19. ദർബൻ എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾ. ദർബൻ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സക്കറിയുടെ യാത്രാ വിശേഷങ്ങളിലാണ് ഈ ഭാഗം വരുന്നത്. ദർബൻ എന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. എന്താണ്? അവിടെ കേരളത്തിനെ അനുസ്മരിപ്പിക്കുന്ന കരിമ്പിൻ തോട്ടങ്ങളുണ്ടായിരുന്നു, പഞ്ചസാര ഫാക്ടറികളുണ്ടായിരുന്നു. കൂടാതെ അവിടെ ദക്ഷിണാഫ്രിക്കയില് ഗാന്ധിജി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അറിയാം. വർണ്ണവിവേചനം അല്ലെങ്കിൽ അടിമത്തം എന്ന് പറഞ്ഞത്, അതായത് ഇത്തരം ഫാക്ടറികളിലേക്കും മറ്റുമായിട്ട് പണിയെടുക്കാൻ വെള്ളക്കാര് ആഫ്രിക്കക്കാരെ കൊണ്ടുപോയി ജോലി എടുപ്പിച്ചിരുന്നതും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളുമായിട്ട് ഗാന്ധിജി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ഥലവും കൂടിയാണ് ഈ ദർബൻ എന്ന് പറയുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ. അന്യഭാഷാ പദങ്ങൾ മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് EV കൃഷ്ണപിള്ള ചൂണ്ടിക്കാണിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. വാക്കുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. പേജ് 105 ഇതിന്റെ ആശയമുണ്ട്. ആശയവിനിമയം ഇംഗ്ലീഷിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അച്ഛൻ അമ്മ എന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇംഗ്ലീഷ് പദങ്ങൾ നമ്മൾ കൂടുതൽ മലയാളത്തിൽ പ്രചരിക്കുന്നതിന് മുമ്പ് നമ്മൾ അച്ഛൻ അമ്മ എന്ന പദം ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് ഡാഡി മമ്മി എല്ലാം ഉണ്ടായത്. അപ്പം നമുക്ക് ഡാഡി മമ്മി ഇല്ലെങ്കിലും അച്ഛനും അമ്മയും നിലവിൽ നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇത് പറയണം, പരീക്ഷയ്ക്ക് ഞാൻ പ്രൈവറ്റായി പഠിക്കുന്നു. ഇതിനൊന്ന് മലയാളീകരിച്ച് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരു അസ്വാരസ്യം തോന്നും. കാരണം മലയാളീകരിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഞാൻ രഹസ്യമായി പഠിക്കുന്നു എന്നാവും. അപ്പം നമുക്ക് ആ ഭാഷയിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ്. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, ശ്രീ ഭഗവതി എന്ന് ഭർത്താവ് പറയുന്നത് ഏത് സന്ദർഭത്തിലാണ്? വിശകലന കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. പോയിന്റ് എല്ലാം വിശകലിച്ച് പറയണം. ഇപ്പോൾ സാധാരണ പുരുഷന്മാര് സ്ത്രീകളെ അവരെ കോപപ്പെടുത്തി കഴിഞ്ഞ് അവരെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ട് തണുപ്പിക്കാനായിട്ട് പുകഴ്ത്തി പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീനെ പുകഴ്ത്തി പറയുമ്പോൾ അവരത് തണുക്കാറാണ് പതിവ്. ഈ തന്ത്രം തന്നെയാണ് ഇവിടെ ഭർത്താവ് ഉപയോഗിക്കുന്നത്. നീയാണ് എൻ്റെ ശ്രീ ഭഗവതി എന്ന് പറയുമ്പോൾ ഭാര്യ അവരുടെ ദേഷ്യത്തെ തണുപ്പിക്കുന്നതാണ്.